അഖിൽ അഖിൽ പോകുന്നതിനെ ഞങ്ങൾ വിമർശിച്ചേ, അത് ഞങ്ങൾ വിമർശിക്കും. ശരി അഖിൽ. അല്ല മഞ്ജുഷ, ഞാൻ ഇതിൽ മഞ്ജുഷ അവസാനം പറഞ്ഞു നിർത്തിയ ഭാഗത്ത് നിന്ന് ആരംഭിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യർ ദുരിതം അനുഭവിച്ച് തൻ്റെ ജീവിതവും ജീവനും എല്ലാം വാരിപ്പിടിച്ചുകൊണ്ട് അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ഓടി കയറുന്ന സമയത്ത് അവിടെ ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്കും പ്രസക്തിയില്ല എന്ന് തന്നെയാണ് BJP ഇതിൽ ആദ്യഘട്ടം മുതൽ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി വ്യക്തമാക്കിയത്. കാരണം മുഴുവൻ ആൾക്കാരും ആ സഹപ്രവർത്തകരായ സഹോദരങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയും അവരുടെ ജീവിതം ഒന്നുകൂടി കരപിടിപ്പിച്ച് കൈപിടിച്ചുയർത്തുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള നിലപാടുകളും സമീപനവും ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു നിലപാടായി ഞങ്ങൾക്ക് ഇതിൽ ആദ്യഘട്ടത്തിൽ തന്നെ മുന്നോട്ട് വെക്കാനുള്ളത്. പിന്നെ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയും അതുപോലെ തന്നെ CPMൻ്റെ പ്രതിനിധിയും ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ എല്ലാ തരത്തിലുമുള്ള സഹായങ്ങളും ജനങ്ങൾക്ക് നൽകുന്നു എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോൾ CPMൻ്റെ പ്രതിനിധി പറയുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഞങ്ങൾ ഓണം പോലെയാണ് ഇതുപോലുണ്ടായിരുന്ന ദുരിതങ്ങളെല്ലാം ആഘോഷിച്ചത് എന്ന് പറയുന്നു. ഇവർ രണ്ടുപേരും മേനി നടിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2018 പ്രളയം അത് മനുഷ്യനിർമ്മിതമായ പ്രളയമാണ് എന്ന് ഇവരുടെ തന്നെ CPMൻ്റെ ഘടകകക്ഷിയുടെ നേതാക്കൾ തന്നെ പറയുന്ന സംഭാഷണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനുശേഷം 2026 അതുപോലെ മനുഷ്യനിർമ്മിതമായ പ്രളയത്തിലേക്ക് ഈ കേരളത്തിലെ കൊണ്ടെത്തിച്ച രണ്ട് മുന്നണികളും ഈ നാട്ടിലെ ജനങ്ങളോട് ഒരുപോലെ മാപ്പപേക്ഷിക്കേണ്ടതും സമാധാനം പറയേണ്ട ഒരു സാഹചര്യമാണ് നിൽക്കുന്നത്. ഞങ്ങളിതിൽ ചോദിക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെ വിരുന്നും ഹെലികോപ്റ്റർ ഈ യാത്രയുമെല്ലാം നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത് മനുഷ്യനെ വിലയിരുത്തുന്നത് മൃഗങ്ങളിൽ നിന്നും വിവേകമുണ്ടെന്നും വിചാരമുണ്ടെന്നും ഒക്കെ തന്നെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ എന്ന തരത്തിൽ പറയുന്നത്. ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു മനുഷ്യനാണോ എന്ന ചോദ്യമാണ് BJPയും യുവമോർച്ചയും ചോദിക്കുന്നത്. കാരണം മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ രോഹിത് പറഞ്ഞതുപോലെ 29-ാം തീയതിയും 30-ാം തീയതിയും 1-ാം തീയതിയും ഒക്കെ മുഖ്യമന്ത്രിയുടെ ടേബിളിലെത്തിയ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഒക്കെ തന്നെ ആ റിപ്പോർട്ടുകൾ ഉണ്ട് എങ്കിൽ എങ്ങനെയാണ് ആ മനുഷ്യന് തൻ്റെ സംസ്ഥാനത്ത് താൻ നേതൃത്വം നൽകുന്ന താൻ ഭരണത്തിന് നേതൃത്വം നൽകുന്ന ഒരു സംസ്ഥാനത്ത് തങ്ങളുടെ ജനങ്ങൾ എൻ്റെ ജനങ്ങൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ എങ്ങനെയാണ് പറന്നു പോകാൻ സാധിക്കുന്നത്? നിക്ഷേപകരെ കാണാനാണ് പോയതെന്നാണ് മുഖ്യമന്ത്രിയുടെ അവകാശവാദം. ഞാൻ ചോദിക്കുന്നത് മനുഷ്യനും മണ്ണും ഉണ്ടെങ്കിൽ മാത്രമേ ഈ നാട്ടിൽ നിക്ഷേപങ്ങളെ കൊണ്ടുവന്നിട്ട് കാര്യമുള്ളൂ എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മനസ്സിലാക്കണം. ഏതെങ്കിലും രാജ്യത്തിരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്തുള്ള നിക്ഷേപകരെ നമ്മുടെ നാട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരുമ്പോൾ അവർക്ക് നിക്ഷേപം നടത്താൻ അത് ജനങ്ങൾക്ക് കൊടുക്കാൻ ഈ നാട്ടിൽ മനുഷ്യരുണ്ടാകണം. ആ നിക്ഷേപങ്ങൾ സ്ഥാപിക്കാൻ ഈ നാട്ടിൽ ഭൂമിയും ഉണ്ടാകണം. ആ ഭൂമിയും മനുഷ്യരും ഇല്ലാതെയാക്കിയുള്ള എന്ത് നിക്ഷേപം നടത്തുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി പോകുന്നത്? അത് ഒന്നാമത്തെ കള്ളമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. രണ്ട്, മുഖ്യമന്ത്രി ആഹാരം കഴിച്ചതോ അതല്ലെങ്കിൽ 3 മണിക്ക് കഴിച്ചതോ വിഭവസമൃദ്ധമായ മട്ടൻ സൂപ്പ് കഴിച്ചതോ മട്ടൻ ബിരിയാണി കഴിച്ചതോ അല്ല ഞങ്ങൾ പ്രശ്നമായി പറയുന്നത്. അങ്ങനെ ബിരിയാണി കഴിക്കാൻ പോകുന്ന സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടത് തൻ്റെ ക്യാമ്പുകളിലേക്ക് മുഖ്യമന്ത്രിയുടെ കയ്യിൽ മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്ന ആൾക്കാരുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടാകുമല്ലോ. അതിൽ മനുഷ്യർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല, ഞങ്ങൾക്ക് ക്യാമ്പുകളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല, ഞങ്ങൾക്ക് പ്രാഥമികമായ കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല, ഞങ്ങൾക്ക് മരുന്ന് കിട്ടുന്നില്ല, വെള്ളം കിട്ടുന്നില്ല, കുടിവെള്ളം കിട്ടുന്നില്ല എന്ന് മനുഷ്യർ പറയുന്നു. എന്തിന് ഈ പറയുന്ന നേരത്തെ രോഹിത് പറഞ്ഞതുപോലെ ഭരണത്തോട് ചേർന്ന് നിൽക്കുന്ന MLA ആണല്ലോ ആറന്മുളയിലുള്ളത്. ആറന്മുളയിലെ MLA സർക്കാർ കുറച്ചുകൂടി കരുത്തോടെ ഞങ്ങളെ സഹായിക്കണമെന്ന് വാവിട്ട് വിളിച്ച ഒരു സാഹചര്യം ഉണ്ടായില്ലേ? ഇതൊന്നും മനസ്സിലാക്കാതെ ഭക്ഷണം കഴിക്കാൻ പോകുന്നിടത്താണ് നേരത്തെ മഞ്ജുഷു പറഞ്ഞതുപോലെ ഔചിത്യം എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്. അതും പോട്ടെ, ഞങ്ങൾ ഒരു മനുഷ്യരല്ലേ, ഭക്ഷണം കഴിക്കണം, മുഖ്യമന്ത്രി നല്ല ആരോഗ്യത്തോട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇരിക്കണം എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ മൂന്നാമത്തെ പരിപാടി എന്താണ്? സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനം നടത്താൻ എറണാകുളത്തെ MPയോടൊപ്പം നാടമുറിക്കുമ്പോൾ എങ്ങനെയാണ് ആ മനുഷ്യൻ ആ നാടമുറിച്ച് ചിരിച്ചു നിൽക്കാൻ കഴിയുന്നതെന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ സർക്കാരിൻ്റെയോ കോൺഗ്രസിൻ്റെ വക്താവായിട്ടോ എൻ്റെ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ രോഹിത് ആ ചിത്രം എടുത്തു വെച്ചിട്ട് രോഹിത് ഒന്ന് മനസ്സിലാക്കണ്ടേ? ഇങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വന്ന ഔദ്യോഗിക സ്വഭാവമുള്ളവയായിരുന്നില്ല, സ്വകാര്യ ചടങ്ങുകൾ മാത്രമായിരുന്നു, ഉദ്ഘാടനങ്ങളായിരുന്നു, സ്വകാര്യ അതായിരുന്നു മഞ്ജുഷ ഞാനും പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്ര അത് നിക്ഷേപകരെ കാണാനാണെന്ന് മുഖ്യമന്ത്രി വന്നു എങ്കിൽ ഏത് നിക്ഷേപകരാണ്, ഏത് കമ്പനിക്കാരാണ്, ഏത് സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരാണ്, ഏത് രാജ്യത്തിൽ നിന്നുള്ള ആൾക്കാരാണെന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രിയോട്. ഈ നാട്ടിൽ അങ്ങനെ ഒളിച്ചു കിടത്തുന്ന കാര്യം അറിയാത്ത മയക്കുമരുന്നൊന്നും അല്ലല്ലോ മുഖ്യമന്ത്രി കച്ചവടം നടത്താൻ പോകുന്നത്. എന്ത് നിക്ഷേപമായാലും ബിസിനസ് അല്ലേ? ആ ബിസിനസ് എന്താണ്? അത് മുഖ്യമന്ത്രി നടത്തിയ ബിസിനസ്സാണോ, മുഖ്യമന്ത്രിയുടെ വേണ്ടപ്പെട്ടവർക്ക് നടത്തിയ ബിസിനസ്സാണോ എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനോട് പറയാൻ ബാധ്യത കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കില്ല.
ഇല്ലേ? മുഖ്യമന്ത്രി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആഹാരം കഴിച്ചത് 3 മണിക്കല്ല 5 മണിക്കായാലും മുഖ്യമന്ത്രി നല്ല ഭക്ഷണം കഴിച്ചോട്ടെ. പക്ഷേ മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഈ സംസ്ഥാനത്തിൻ്റെ അധിപൻ എന്ന നിലക്ക് ആ സംസ്ഥാനത്തുള്ള ജനങ്ങൾ ഇതുപോലെ നല്ല ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യമാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? പത്തനംതിട്ടയിലെയും കോട്ടയത്തെയും ആലപ്പുഴയിലും മാത്രമല്ല, കേരളത്തിൽ എല്ലാ ജില്ലകളിലും മഴയുടെ കെടുതി അനുഭവിക്കുന്നുണ്ട്. എല്ലാ പ്രദേശങ്ങളിലും മഴ ദുരന്തങ്ങൾ അനുഭവിക്കുന്നുണ്ട്, മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഭരണശിലാ കേന്ദ്രത്തിനു താഴെ മഴ നനഞ്ഞ് ഈ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ, LP UP ടീച്ചർമാർ, പ്രീ പ്രൈമറി ടീച്ചർമാർ, അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് ടീച്ചർമാരൊക്കെ ഈ മഴ നനഞ്ഞു പട്ടിണി കിടക്കുന്നു, നിരാഹാരം കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവരെ ഒന്നും കാണാൻ സമയമില്ലാതെ, അവരെ ഒന്നും കാണാനുള്ള കണ്ണില്ലാതെ മനുഷ്യൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിലാണ് നമ്മൾ പറയുന്നത്. 2 ദിവസത്തെ ഷെഡ്യൂൾ നോക്കിയാലും ഔദ്യോഗിക സ്വഭാവമുള്ളതും അടിയന്തര സ്വഭാവമുള്ളതുമായ ഒരു ചടങ്ങും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം സ്വകാര്യ ചടങ്ങുകൾ മാത്രമായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴാണ് ഈ നിക്ഷേപകരെ കാണാൻ വേണ്ടിയാണ് അടിയന്തരമായി തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ഹെലികോപ്റ്ററിൽ പോയത്. അതും ഹെലികോപ്റ്റർ പലതവണ മുടങ്ങുകയുണ്ടായി, ലാൻഡ് ചെയ്യാൻ പറ്റാതെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒന്നും ഔദ്യോഗിക സ്വഭാവമുള്ളതായിരുന്നില്ല, എല്ലാം സ്വകാര്യ ചടങ്ങുകൾ മാത്രമായിരുന്നു. ഒരു ജുവലറിയുടെ ഉദ്ഘാടനം പോലും അതിലുണ്ടായിരുന്നു. ശ്രീ രോഹിത്, ഏത് സമയമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തതെന്ന് ഓർക്കണം. ക്യാൻസൽ ചെയ്യാൻ പറ്റാത്ത ഒന്നും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നില്ല. മഞ്ജുഷ്, ഒന്നാമത് ഈ ചർച്ചയ്ക്കകത്ത് ഇടയിൽ കയറി ഇടപെടുന്നത് അവസാനിപ്പിച്ചിട്ട് കോൺഗ്രസിന്റെ പ്രതിനിധി നിലയ്ക്ക് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾക്ക് ഒരു അവസരം നൽകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള. ആദ്യം മഞ്ജുഷ് നിരന്തരമായി ചോദ്യങ്ങൾ ചോദിച്ചിട്ട് സർക്കാരിനെ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്താനാണ് നിങ്ങൾ മുൻവിധിയോട് കൂടിയിട്ടാണ് ചർച്ച നടത്തുന്നത്, അങ്ങനെ മുന്നോട്ട് പോകാം. അതല്ല, എന്റെ ഭാഗം വിശദീകരിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ താങ്കൾക്ക് തീർച്ചയായിട്ടും അവസരമുണ്ടാകും. ഞാൻ ഒരു കാര്യം പറയാം, ഭരണത്തിലിരിക്കുമ്പോഴായിരിക്കും വിമർശനങ്ങൾ ഉണ്ടാവുക, അപ്പോൾ മറുപടിയും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.